പാദതീർത്ഥത്തിന്റെ മഹാത്മ്യം കൊണ്ട്. ന കാരണം പ്രപശ്യാമി തന്മേ വിസ്തരതോ വദ ഇത്യുക്ത സർഷി പ്രാഹ ജ്ഞാത്വാ വിജ്ഞാന ചക്ഷുഷാ. അതുകൊണ്ട് എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായത്, ഇതിന്റെ കാരണം എന്താണെന്ന് അവിടെ നിന്ന് വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം. ആ ഇതിന്റെ കാരണം എന്താണെന്നുള്ളത്. ഇത്യുക്ത സർഷിപ്രാഹ ജ്ഞാത്വാ വിജ്ഞാന ചക്ഷുഷ. ആ ബ്രാഹ്മണൻ തന്റെ വിജ്ഞാന ചക്ഷുസിനെ കൊണ്ട് വേണ്ട രീതിയിൽ ഇത് മനസ്സിലാക്കിയിട്ട്, എല്ലാം മനസ്സിലാക്കിയിട്ട് ഇനി ആ ഗോധികയോട് പറയുകയാണ്, പല്ലിയോട് പറയുന്നു. ശൃണു ഭൂപ പ്രവക്ഷ്യാമി തവ ദുര്യോനി കാരണം ന ജലം തു ത്വയാ ദത്തം വൈശാഖേ മാധവ പ്രിയേ. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള മാധവ മാസമായിട്ടുള്ള വൈശാഖത്തില് അങ്ങ് വേണ്ടവർക്ക് ജലം ദാനം ചെയ്യാത്തതിനാലാണ് ഇങ്ങനെയുള്ള ഒരു ദുര്യോനിയില്, ദുഷിച്ച യോനിയില് ജനിക്കേണ്ടി വന്നത്. തജ്ജലം സുലഭം മത്വാ ഹ്യമൂല്യമിതി നിശ്ചിതം നാധ്വഗാനാം ദ്വിജാതീനാം ധർമ്മകാലേപ്യജാനത. നിശ്ചയമായിട്ടും എന്താണ്, സുലഭമായിട്ടുള്ളതാണ്, അമൂല്യമായിട്ടുള്ളതാണ് ജലം എങ്കിൽ പോലും അങ്ങനെ കരുതിക്കൊണ്ട് അല്ലെ, വഴി യാത്രയ്ക്ക് പോകുന്നവരോ അല്ലെങ്കിൽ ബ്രാഹ്മണരോ ഇന്ന് വേണ്ടതായിട്ടുള്ള ഇങ്ങനെയുള്ളവർക്ക് വേണ്ട രീതിയിൽ ജലദാനം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അനുഷ്ഠാനം അങ്ങയില് ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അത് ചെയ്തിട്ടില്ല, ജലദാനം ചെയ്തിട്ടില്ല എന്നുള്ള ദോഷമാണ് ഇതിന് കാരണമായിട്ട് വന്നതുകൊണ്ട്. തഥാ പാത്രം സമുത്സൃജ്യ ഹ്യപാത്രേ പ്രതിദത്തവാൻ ജ്വലന്തമഗ്നിമുത്സൃജ്യ നഹി ഭസ്മാനി ഹൂയത്തെ. നമ്മള് ഹോമം കഴിക്കുമ്പോൾ എപ്പോഴും ദ്രവ്യങ്ങൾ ഹോമിക്കുന്നത് എപ്പോഴാണ്? ആ ജ്വാലയിലേക്കാണ് ഹോമിക്കേണ്ടത്. അപ്പം അങ്ങ് ചെയ്തതായിട്ടുള്ള, പാത്രം അറിയാതെ ചെയ്തതായിട്ടുള്ള ദാനം, അപാത്രത്തിൽ ചെയ്ത ദാനങ്ങളൊക്കെ എങ്ങനെയാണോ ഭസ്മത്തിലെ ദ്രവ്യം നമ്മൾ ഹോമിച്ചാൽ ഉണ്ടാകുന്ന ഫലം, ശരിക്കും യഥാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ ഭസ്മത്തിലേക്ക് ഹോമിക്കുമ്പം കണ്ണിനൊക്കെ അസുഖം വരും എന്ന് പറയുന്ന കേൾക്കാം. എന്താ വെച്ചാൽ ഈ കണ്ണിലേക്ക് ഇടുന്ന പോലെയാണ്, അഗ്നിയുടെ കണ്ണിലേക്ക് ഇടുന്ന പോലെയാണ്. അഗ്നിയുടെ ജുഹ്വ എന്ന് പറയുന്ന ആ ജ്വാലയാണ് യഥാർത്ഥത്തിൽ. അപ്പം ഹോമങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ആ ജ്വാല കണ്ടിട്ട് വേണം ഹോമിക്കാൻ. അപ്പൊ അതിനൊക്കെ അത്ര കണ്ട് പ്രാധാന്യം ഉണ്ടെന്നർത്ഥം. അപ്പം അതുപോലെയാണ് അങ്ങ് ചെയ്ത ദാനങ്ങളുടെ ഒക്കെ അവസ്ഥ അതാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ അങ്ങേക്ക് വന്നത്. ബഹുധാ വർണ്ണിതസ്യാപി സൗഗന്ധ്യാദിയുതസ്യ ച കണ്ടകാന്വിത വൃക്ഷസ്യ നകുർവന്തി സമർച്ചനം. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞു. എന്താണ്? നല്ല സുഗന്ധമുള്ള വൃക്ഷം, ആ വൃക്ഷത്തിന് നിറച്ചു മുള്ളാണെന്ന് വെച്ചോളൂ. നിറച്ചു മുള്ളാണെങ്കിൽ അതിനെ ചെന്ന് നമ്മൾ കെട്ടിപ്പിടിക്കാറ് പതിവുണ്ടോ? അതിനെ നമ്മൾ അർച്ചിക്കാറ് പതിവുണ്ടോ? ഇല്ല, അല്ലെ? എത്ര വർണ്ണിച്ചാലും നല്ല സുഗന്ധമുള്ള ഒരു ചെടിയിൽ അതിൽ മുള്ളുണ്ടെന്നുള്ള അറിയാം. അങ്ങനെ ആ വൃക്ഷത്തെ ആരും ആശ്രയിച്ച് പൂജിക്കാറില്ല പറയാണ്, അല്ലെ? സൗഗന്ധ്യം അല്ലെങ്കിൽ സുഗന്ധം കണ്ടുകൊണ്ട് ചെന്ന് അതിന്റെ ദോഷവശത്തെ മനസ്സിലാക്കാതെ ചെന്നതിനെ നമ്മൾ പൂജിക്കാറില്ല. ഇനി വിശിഷ്ടാനാം പാദപാനാമശ്വത്ഥസേവിതാം ഗത തുളസീന്ദു സമുത്സൃജ്യ ബൃഹതി പൂജ്യതേ നുകിം. ഇനിയും അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയാം. വിശിഷ്ടമായിട്ടുള്ള മരങ്ങളിൽ വെച്ച് അശ്വത്ഥമാണ്, അരയാലാണ് ഏറ്റവും ആയിട്ട് നമ്മൾ പൂജിക്കാറ്. വിശിഷ്ടമായിട്ടുള്ള അരയാലാണ് നമ്മൾ പൂജിക്കാറ്. അതുപോലെ തന്നെ തുളസീന്ദു സമുത്സൃജ്യ ബൃഹതി പൂജ്യതേ നുകിം. തുളസിയെ പൂജിക്കുന്നതിന് പകരം നമ്മൾ പുത്തരിച്ചുണ്ടേ ചെന്ന് പൂജിക്കാറ് പതിവുണ്ടോ? ഇല്ല. ആ അവസ്ഥയാണ് ഇപ്പൊ ഇന്ന് അങ്ങേക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അനാഥത്വം പൂജ്യതായാം ന പ്രായോജകതാം ഇയാൾ പങ്ക്വാദ്യായേപ്യനാഥാഹി ദയാപാത്രം ഹി കേവലം. അനാഥരാണ് എന്ന് കരുതിക്കൊണ്ട് അനേകം പേരെ അങ്ങ് പൂജിച്ചു. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്? അനാഥരെ, അതായത് അനാഥാഹി ദയാപാത്രം ഹി കേവലം. ശരിക്ക് അനാഥരായിട്ടുള്ളവരെയൊക്കെ പൂജിക്കേണ്ടതൊക്കെ അവശ്യം തന്നെയാണ്. എങ്കിൽ പോലും അങ്ങക്ക് ഇന്ന് എന്താണ് ഫലം കിട്ടിയിരിക്കുന്നത്? അല്ലേ? അനാഥരായിട്ടുള്ളവരും ബധിരരായിട്ടുള്ളവരൊക്കെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് ഇന്ന് ദാനം ചെയ്യിച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങക്ക് ഈ ഒരു ഫലം വന്നത്? എന്നിട്ട് പറയുന്നു,
അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തപോനിഷ്ഠ ജ്ഞാനദിഷ്ഠാഹ ശ്രുതി ശാസ്ത്ര വിശാരദാഹ വിഷ്ണുരൂപാ സദാ പൂജ്യ നേതരേതു കദാചന. തപോനിഷ്ഠന്മാരായിട്ടുള്ളവരും ജ്ഞാനനിഷ്ഠന്മാരായിട്ടുള്ളവരും അതുപോലെ തന്നെ ശ്രുതി ശാസ്ത്ര വിശാരദാഹ വേദത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള വിശാരദന്മാരൊക്കെ അവരാരാണ്? ശരിക്ക് വിഷ്ണുരൂപാഹ, അവരൊക്കെ വിഷ്ണു രൂപന്മാരാണ്. സാക്ഷാൽ വിഷ്ണു ആണ് അവരൊക്കെ, വിഷ്ണുവായിട്ട് കാണണം അവരെയൊക്കെ. സദാ പൂജ്യ, എല്ലാ സമയത്തും പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. അതുകൊണ്ടാണ് ബ്രാഹ്മണരെ കാല് കഴിക്കണമെന്നും ബ്രാഹ്മണരെയൊക്കെ പൂജിക്കുന്നതൊക്കെ വിഷ്ണുവിനെ പൂജിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ബ്രഹ്മജ്ഞാനം കൊണ്ട് അവര് വിഷ്ണു രൂപന്മാരായിട്ട് മാറുകയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അങ്ങനെയുള്ളവരെ അങ്ങ് പൂജിക്കാത്തതിന്റെ ദോഷമാണത്. അപ്പം അത് അങ്ങ് ചെയ്തില്ല. തത്രാപി ജ്ഞാനിനോത്യർത്ഥം വിപ്രാ വിഷ്ണോ സദൈവ ഹി ജ്ഞാനിനാം അഭിഭൂപാല വിഷ്ണുരേവ സദാ പ്രിയ. അതുകൊണ്ട് അങ്ങനെയുള്ള തപോനിഷ്ഠന്മാരായിട്ടുള്ളവര് ജ്ഞാനിനോത്യർത്ഥം വിപ്രാ വിഷ്ണോ സദൈവഹി, ആ ബ്രാഹ്മണരായിക്കോട്ടെ തപോനിഷ്ഠന്മാരായിക്കോട്ടെ ജ്ഞാനികളായിക്കോട്ടെ ഇവരൊക്കെ, ഈ ജ്ഞാനികളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിഷ്ണുരേവ സദാ പ്രിയ, വിഷ്ണുവിന് ഏറ്റവും പ്രിയമായിട്ടുള്ളവരായിരിക്കും. അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും യഥാർത്ഥത്തില്? വിഷ്ണുവിന് പ്രിയമുണ്ടെങ്കിൽ മാത്രമേ അവർ ജ്ഞാനി ആവുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ. ജ്ഞാനി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്രാഹ്മണൻ ആയിട്ടുണ്ടോ, ആ ബ്രാഹ്മണൻ യഥാർത്ഥമായിട്ടുള്ള ബ്രാഹ്മണൻ ആണെങ്കിൽ അത് ഭഗവാൻ പോലും അല്ലെ ബ്രാഹ്മണപ്രിയ എന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ബ്രാഹ്മണപ്രിയനാണ് ഭഗവാൻ, വിപ്രപ്രിയനാണ്. തസ്മാജ്ഞാനി സദാ പൂജ്യ പൂജ്യാൽ പൂജ്യതരസ്മൃത അവജ്ഞാ സാധുവൃത്താനാം ഇഹാമുത്ര ച ദുഃഖദ സേവാ വൈ മഹതാം പുംസാം പുമർധാനാം ഹി കാരണം. അതുകൊണ്ട് അവിടെ പറയുകയാണ്, പൂജിക്കപ്പെടേണ്ടവരെ അല്ലെങ്കിൽ പൂജിക്കേണ്ടവരെ വേണ്ട രീതിയിൽ പൂജിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. തസ്മാത് ജ്ഞാനി സദാ പൂജ്യ പൂജ്യാൽ പൂജ്യതരസ്മൃത, ജ്ഞാനികളെ തന്നെ എന്നും പൂജിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുകയാണ്. ഏത് സമയത്തും സദാ സേവ്യ, എല്ലാ സമയത്തും പൂജിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാലോ, പൂജിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ? ആദരിക്കുക എന്നുള്ളതാണ്. അവരെ അവരുടേതായിട്ടുള്ള മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമയത്തും, ഇന്ന സമയത്ത് എന്നുള്ളതല്ല, ഏത് സമയത്തും അവരെ പൂജിക്കണം. പിന്നെയോ അവജ്ഞാസാധുവൃത്താനാം ഇഹാമുത്ര ച ദുഃഖദ, അതിന് പകരം എന്താണ്? അവജ്ഞയോടുകൂടി അവരെ അവജ്ഞയോടുകൂടി കണ്ടു കഴിഞ്ഞാല് ഇഹലോകത്തിലും പരലോകത്തിലും അവർക്ക് ഒരിക്കലും വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖം മാത്രമേ അവിടെ സംഭവിക്കുള്ളൂ എന്ന് പറയാണ്. അവർ യാതൊരുവിധ സുഖവും ഉണ്ടാവില്ല, ദുഃഖം മാത്രമേ അവിടെ അനുഭവിക്കുകയുള്ളൂ. സേവാവൈ മഹതാം പുംസാം പുമാർധാനാം ഹി കാരണം. ഇനി അത് തന്നെയല്ല, അവരെ വേണ്ട പോലെ സേവിച്ചു കഴിഞ്ഞാല് ധർമ്മം അർത്ഥം കാമം മോക്ഷം തുടങ്ങിയതായിട്ടുള്ള പുരുഷാർത്ഥങ്ങളെ പോലും നേടാൻ സാധിക്കും എന്ന് പറയാണ്. അപ്പൊ നമുക്ക് ഒരു സംശയം ഉണ്ടാകാം, അല്ലെ, ഇവരെയൊക്കെ വേണ്ട രീതിയിൽ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്? ശരിക്ക് ജ്ഞാനത്തെ വേണ്ട രീതിയിൽ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരിൽ നിന്നും ഈ ജ്ഞാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണരെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. വെറുതെ നമ്മൾ കാല് കഴുകി വെള്ളം കൊടുത്തു കഴിഞ്ഞാലൊന്നും എന്താകുകയില്ല, പുരുഷാർത്ഥങ്ങളൊന്നും നേടാൻ സാധിക്കുകയില്ല. അപ്പൊ എപ്പോഴും ഭാഗവതത്തെ പൂജിക്കുക അല്ലെങ്കിൽ പുരാണങ്ങളെയൊക്കെ പൂജിക്കുക എന്നുള്ളൊരു വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളൊക്കെ അതിന്റെ ബാഹ്യമായിട്ടുള്ള ഒരു അർത്ഥത്തിലൂടെ മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അതല്ല ശരിക്ക് ആദരിക്കുക എന്ന് പറഞ്ഞാല് അവരെ വേണ്ട രീതിയിൽ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ ജ്ഞാനിയായിട്ട് കണ്ടുകൊണ്ട് അവരിൽ നിന്നും കിട്ടാവുന്ന തത്വത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് ജീവിക്കാൻ സാധിച്ചാല് പുമാർധാനാം ഹി കാരണം, അത് പുരുഷാർത്ഥങ്ങളെ പോലും നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് വരും എന്ന് പറയാണ്. കോടയോപ്യന്ധജാതീനാം ന പശ്യന്തി യഥാ യഥാ ഏവം മന്ദായുതാനാം തു സംഗതിന്നർദ്ധദാ ഭവേ. പറയാണ്, കോടിക്കണക്കിന് അശരണരായിട്ടുള്ള അന്ധന്മാരായിട്ടുള്ളവരും ദരിദ്രന്മാരായിട്ടുള്ളവരെയൊക്കെ പൂജിച്ചു കഴിഞ്ഞാല് ഈ പറയുന്നതായിട്ടുള്ള ഒന്നും ഫലം അവിടുന്ന് സിദ്ധിക്കുകയില്ല എന്ന് പറയാണ്. എങ്ങനെ? അവിടെ ഏവം മന്ദായുതാനാംതു സംഗതിർ നാർദ്ധദാ ഭവേ, ഈ ഇവരെ പൂജിച്ചതായിട്ടുള്ള
അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ, ബ്രാഹ്മണരെ പൂജിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇവരെ ഈ അന്ധന്മാരായിട്ടുള്ളവരെയും ദരിദ്രരെയും ഒക്കെ അശരണരെയും ഒക്കെ അവരെയൊക്കെ പൂജിക്കേണ്ടത് താനല്ലേ എന്നുള്ളൊരു മതത്തോടു കൂടി അവരെ സഹായിച്ചത് കൊണ്ട് എത്ര കോടിക്കണക്കിനെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടൊന്നും ഇത് ലഭിക്കാൻ പോകുന്നില്ല. പിന്നെയോ എന്നിട്ട് അവിടെ പറയാണ്, നഹ്യം മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഹ തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവ. അത് ഭാഗവതത്തില് ഈ ഒരു ശ്ലോകം കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അത് കേട്ട് നല്ല പരിചയമുണ്ട്. നഹ്യം മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഹ. അതായത് തീർത്ഥാടനം നമ്മൾ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ദേവന്മാരെ പൂജ ചെയ്തുകൊണ്ടോ ഒന്നും ഏത് രീതിയിലുള്ള ഒരു ഫലം കിട്ടുകയില്ല. തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവ. സാധവ എന്ന് പറഞ്ഞാൽ സാധുക്കളായിട്ടുള്ള മഹാത്മാക്കളെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു അനുഗ്രഹം ഏത് തീർത്ഥാടനത്തിൽ പോയി കുളിച്ചാലും എത്ര ദേവന്മാരെ പൂജിച്ചാലും അത് ലഭിക്കില്ല. അതിലുമൊക്കെ എന്താണ്, അതിക്കും മേലെയാണെന്നർത്ഥം. അതിലൊക്കെ ഉപരിയാണ് സാധു സംഗമം. ഇനി സാധു സംഗമം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ ഒക്കെ തത്വാർത്ഥത്തിലൂടെ തന്നെ നമ്മൾ അതിന്റെ വ്യംഗ്യമായിട്ടുള്ള അർത്ഥം കൂടെ മനസ്സിലാക്കിയാൽ തന്നെ പറ്റുള്ളൂ. ഈ ജ്ഞാനികളെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ജ്ഞാനികളെ ആദരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം എന്നർത്ഥം. ആ ഒരു ഫലം തീർത്ഥാടനത്തിൽ നിന്ന് കിട്ടില്ല എന്നർത്ഥം. അപ്പം ന സാധു സേവനാൽക്വാപി സീതന്തേ തൈ സുരക്ഷിതാഹ ജന്മ മൃത്യുജരാദ്യൈർവാ സുധയാപ്യായിതാ യഥാ ന ജലം തു ത്വയാ ദത്തം സാധവോ വാ ന സേവിതാഹ തേന തേ ദുർഗതൈ ശ്രേയം പ്രാപ്താ ചേക്ഷ്വാകുനന്ദന. അതുകൊണ്ട് ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ഹേ രാജാവേ, അങ്ങ് ഈ സജ്ജനങ്ങൾക്ക് ജലം കൊടുക്കാത്തതിൻ്റെ ആയിട്ടുള്ള ദോഷമാണ് അങ്ങക്ക് ഇന്ന് ഇത്രയും ഉള്ള ഒരു ദോഷം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനൊരു ദുർഗതി അങ്ങേക്ക് ഉണ്ടായത് എന്ന് പറയാണ്. ജന്മമൃത്യു ജരാദ്യൈർവ സുധായാപ്യായിതാസ. അത് ജരാമരണാദികള് പോലും തന്നെ വിട്ടുപിരിയാത്ത രീതിയിൽ ന സാധു സേവനാൽക്വാപി സീതത്തെ തൈ സുരക്ഷിതാഹ. ഇങ്ങനെയുള്ള രീതിയിൽ ഈ സാധു സേവ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാല് ഒരു രീതിയിലും നമുക്ക് ഒരു സംരക്ഷണം നമുക്ക് ഉണ്ടാവില്ല എന്ന് അവിടുന്ന് പറയുന്നു. പിന്നെ പറയാണ്, വൈശാഖേ മൽകൃതം പുണ്യം തുഭ്യം ദാസ്യാമി ശാന്തയേ ഭൂതം ഭവ്യം ഭവദ്ധേന കർമ്മജാതം വിജേഷ്യസി. ഈ മാധവ മാസമായിട്ടുള്ള വൈശാഖത്തില് താൻ ചെയ്തതായിട്ടുള്ള കർമ്മം, അല്ലെങ്കിൽ ഇന്നിപ്പം അങ്ങേക്ക് ഉണ്ടായിട്ടുള്ള ഈ ദോഷത്തെ ഞാനിപ്പോ അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു അങ്ങയുടെ ഈ ഒരു ദുഃഖം കണ്ടുകൊണ്ട് ഞാൻ അങ്ങേ ആ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കാം. എങ്ങനെയാണ് രക്ഷിക്കുന്നത്? വൈശാഖേ മൽകൃതം പുണ്യം തുഭ്യം ദാസ്യാമി ശാന്തയേ. അവിടെ ശാന്തയെ എന്ന് എടുത്തു പറയുന്നുണ്ട് അല്ലെ. യാതൊരുവിധ മനസ്സിന്റെ വികല്പങ്ങളും ഇല്ലാതെ സന്തോഷത്തോടുകൂടി ഒരു വൈശാഖ മാസത്തിൽ ഞാൻ ചെയ്തതായിട്ടുള്ള കർമ്മത്തിന്റെ ഫലം മുഴുവൻ ദാ അങ്ങേക്കായിട്ട് ഞാൻ ദാനം ചെയ്യുന്നു, അങ്ങയുടെ ഈ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട്. അതുകൊണ്ട് ഭൂതം ഭവ്യം ഭവദ്ധേന കർമ്മജാതം വിജേഷ്യസി. അങ്ങ് ഇതിനു മുമ്പ് ഭൂതകാലത്ത് ചെയ്തതായിട്ടുള്ള ദോഷവും പിന്നെയോ ഭവ്യം ഭാവി കാലത്ത് അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്ത് ചെയ്തതായിട്ടുള്ള ദോഷവും ഇനി ഭാവി കാലത്ത് അങ്ങേക്ക് ഉണ്ടാകുന്ന കർമ്മദോഷത്തിനും കൂടി പരിഹാരമായിക്കൊണ്ട് ഞാൻ ഈ എൻ്റെതായിട്ടുള്ള പുണ്യം അങ്ങേക്കായിട്ട് ഞാൻ ദാനം ചെയ്യുന്നു എന്ന് ബ്രാഹ്മണൻ ആ ദാനം അവിടെ കൊടുക്കുകയാണ്. അവിടെ ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ഒക്കെയുള്ള കർമ്മജാലങ്ങളെ കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു വിജയം എത്തിക്കുവാൻ വേണ്ടിയിട്ട് ആ ബ്രാഹ്മണൻ ആ ഗോധികയായിട്ടുള്ള പല്ലിയെ അവിടെ അനുഗ്രഹിച്ചു എന്ന് പറയാണ്. ഇത്യുക്തോപ ഉപസ്പൃശ്യതോ പുണ്യമനുത്തമ യഥാ ദത്തം ബ്രാഹ്മണേന സ്നാനം ചൈകദിനേ കൃതം. അതുകൊണ്ട് ഇത് പറഞ്ഞതോടുകൂടി ഇത്യുക്തോപ ഉപസ്പൃശ്യ നേരെ പോയി ആ പ്രാതः സ്നാനം ചെയ്തുകൊണ്ട് പുണ്യം അനുത്തമാക ആ പുണ്യം അനുഭവിച്ചുകൊണ്ട് ഇതേ രീതിയിലുള്ള ദാനം ബ്രാഹ്മണർക്ക് എല്ലാ ദിവസവും ഓരോ ദിവസങ്ങളിലും ബ്രാഹ്മണർക്ക് ഈ ജലദാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തേന സ്വസ്ഥാഖിലാദ്ധസ്തു ത്യക്ത്വാ താം ഗൃഹഗോദ്ധികാം ദിവ്യം വിമാനമാരുഹ്യ ദിവ്യവസ്ത്രഭൂഷണാഃ പശ്യതാമേവ ഭൂതാനാം
മൈഥിലസ്യ ഗൃഹാന്തരേ. എന്താണ്? സദ്യോഹൃദ്യ അവരുദ്ധ്യതേത്രഭി ശുശ്രൂഷുഭി തൽക്ഷണ എന്ന് പറഞ്ഞ പോലെയാണ് ഭാഗവതത്തിൽ പറഞ്ഞ പോലെ. എന്താണ്? ക്ഷണനേരം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് മാറ്റം ഉണ്ടായി എന്ന് പറയാണ്. അദ്ദേഹം ഉടനെ തന്നെ പോയി കുളിച്ച് വേണ്ട രീതിയിൽ ആ ബ്രാഹ്മണനെ വന്ന് നമസ്കരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, നമസ്കരിച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അവിടെ സംഭവിച്ചത്? ദിവ്യം വിമാനമാരുഹ്യ ദിവ്യസ്ര വസ്ത്രഭൂഷണാഹ. ദിവ്യാംബരങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള വിഷ്ണുദൂതന്മാര് അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് അല്ലെങ്കിൽ വിഷ്ണു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. പശ്യതാമേവ ഭൂതാന മൈഥിലസ്യ ഗൃഹാന്തരെ. ആ മിഥില രാജ്യത്തില് ആ ഗൃഹാന്തരത്തില് അല്ലെ, ആ കട്ടളയിൽ നിന്നിരുന്ന ആ പല്ലിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പൂർണ്ണർ അവിടെ എത്തി എന്ന് പറയാണ്. ബദ്ധാഞ്ജലി പുട്ടോ ഭൂത്വാ പരിക്രമ്യ പ്രണമ്യ ച അനുജ്ഞാതോ യയോ രാജാ സ്തൂയമാനോമതൈർദിവം. അങ്ങനെയുള്ളവരെയൊക്കെ വേണ്ട രീതിയിൽ ആ ബദ്ധാഞ്ജലി പുട അവരെയൊക്കെ നമസ്കരിച്ചു. ആ രാജാവിനെ നമസ്കരിച്ചുകൊണ്ട് തത്ര ഭുക്വാ മഹാഭോഗാൻ വർഷായുധമതന്ത്രിത സയേവ ചേക്ഷ്വാകുകുലേ കാകുൽസ്ഥോ ഭൂൻ മഹാപ്രഭു. അങ്ങനെയുള്ള ആ രാജാവ് പിന്നീട് കാകുൽസ്ഥൻ എന്നുള്ളൊരു പേരില് കാകുൽസ്ഥ കുലത്തില് ഇക്ഷ്വാകുകുലത്തിൽ തന്നെ കാകുൽസ്ഥൻ എന്നുള്ള പേരില് വീണ്ടും ജനിച്ചു എന്ന് പറയുകയാണ്. നമുക്ക് കാകുൽസ്ഥൻ എന്നുള്ളൊരു പേര് ധാരാളം കേട്ടുപരിചയമുണ്ട് അല്ലെ. കഥയമമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാമതീവര. ഏതാണ്? സൂര്യവംശത്തിലുള്ള രാജാവാണ് കാകുസ്ഥൻ. കകുത്ത എന്ന് പറഞ്ഞാൽ ഈ കാളയുടെ മുകളിലുള്ള ആ പൂഞ്ഞ എന്ന് പറയും ഒരു ഭാഷ, അതിൽ നിന്നുണ്ടായതാണ് ഈ കാകുസ്ഥ രാജാവ്. അപ്പൊ ആ രാജാവിന്റെ വംശത്തിലാണ് രഘുവംശം ഒക്കെ, ശ്രീരാമസ്വാമിയുടെ ഒക്കെ വംശം. അപ്പൊ അങ്ങനെയുള്ള ആ വംശത്തില് പുണ്യ ജന്മം എടുക്കാൻ സാധിച്ചു എന്ന് പറയാണ്. പിന്നീട് കാകുൽസ്ഥൻ എന്നുള്ള രാജാവായിട്ട് ജനിച്ചു. അദ്ദേഹം സപ്തദ്വീപപതി പാലോ ബ്രഹ്മണ്യ സാധു സമ്മത ദേവേന്ദ്രസ്യ സഖാ വിഷ്ണോരംശ ഏവ മഹാപ്രഭു. ഇനി വേറെ ഒരു പ്രയോജനം കൂടി അദ്ദേഹത്തിനുണ്ടായി. എന്തായി? സപ്തദ്വീപപതി പാലോ, സപ്തദ്വീപുകളെയൊക്കെ പാലിക്കുന്നതും ബ്രഹ്മണ്യ സാധു സമ്മത, സാധുക്കളെ സമ്മതിക്കുന്നയാളും ബ്രഹ്മണ്യനായിരുന്നു. ദേവേന്ദ്രസ്യ സഖാ വിഷ്ണോരംശ ഏവ മഹാപ്രഭു. അതായത് ഈ വിഷ്ണുവിന്റെ അംശമായിട്ട് തന്നെ ആ രാജാവായിട്ട് അദ്ദേഹത്തിന് ജനിക്കാൻ സാധിച്ചു. ബോധിതസ്തു വസിഷ്ഠേന വൈശാഖോക്താൻ മനോരമാൻ അനുഷ്ഠായാഖിലാൻ ധർമ്മം തേന ധ്വസ്താഖിലാശുഭ. അങ്ങനെ ആ വസിഷ്ഠൻ ഈ വൈശാഖമാസത്തിന്റെ ജലദാനത്തിന്റെ മാഹാത്മ്യത്തെ വേണ്ട രീതിയിൽ പല സമയത്തും അവിടെ ബോധിപ്പിച്ചിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അത് വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായിട്ടുള്ള ധ്വസ്താഖിലാശുഭ, എല്ലാ അശുഭങ്ങളും ഇല്ലാണ്ടാകുന്നു. എല്ലാ അശുഭങ്ങളും ഇല്ലാണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഐശ്വര്യം വന്നു ചേരുന്നു എന്ന് തന്നെ അല്ലെ. ഐശ്വര്യം ഇല്ലാതെ ആകുമ്പോഴാണല്ലോ അശുഭമാകുന്നത്. അപ്പം ശുഭമായി. ദിവ്യം ജ്ഞാനം സമാസാദ്യ വിഷ്ണോ സായുജ്യമാപ്തവാൻ വൈശാഖ ശുഭതസ്തസ്മാൽ പുംഭി സർവൈരനുഷ്ഠിത. ഇങ്ങനെ എല്ലാവരും ഈ വൈശാഖ മാസത്തില് ഇത്ര കണ്ട് പ്രാധാന്യം ഈ ജലദാനത്തിന് ഉണ്ട് എങ്കിൽ ദിവ്യം ജ്ഞാനം സമാസാദ്യ വിഷ്ണോഹോ സായുജ്യമാപ്തവാൻ. ആ വിഷ്ണു സായുജ്യത്തിലേക്ക്, നമ്മളുടെ ആ അവസാന നിമിഷത്തില് ആ ഭഗവത് പാതാരവിന്ദങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും എന്ന് ഉള്ള ഫലശ്രുതി അവിടെ പറഞ്ഞു. എന്നിട്ടോ പിന്നെ എന്താണ്? ആയുർയശ പുഷ്ടിതോയം മഹാപാപൈദ്യനാശനം പുമർധാനം നിദാനം ച വിഷ്ണു പ്രീണാത്യനേനതു. അതായത് ആയുസ്സും യശസ്സും അതുപോലെ തന്നെ പുഷ്ടി മഹാപാപൈദ്യ അനാശനാഹ. മഹാപാപങ്ങളൊക്കെ നമ്മളിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാണ്ടായിക്കൊണ്ട് പുമാർത്ഥാനാം നിദാനം ച വിഷ്ണു പ്രീണാത്യനേനതു. ആ എല്ലാ പുരുഷാർത്ഥങ്ങളെയൊക്കെ നേടി ആ വിഷ്ണുവിലേക്ക് ലയിക്കാൻ സാധിക്കും എന്ന് പറയാണ്. പിന്നെ അവസാനത്തെ ശ്ലോകം ചാതുർവർണ്ണനരൈ സർവൈ ചതുരാശ്രമവർത്തിഭി അനുഷ്ഠേയോ മഹാധർമ്മ വൈശാഖേ മാധവാഗമേ. ഇങ്ങനെയുള്ള മാധവ പ്രിയമായിട്ടുള്ള വൈശാഖ മാസത്തില് വേണ്ട രീതിയിൽ
ചതുർവർണ്ണ ചാതുർവർണ്ണതരൈഹി സർവൈ ചതുരാ ശ്രമവർത്തിഭി, അതായത് ചാതുർവർണ്ണത്തോടു കൂടിയിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങളോട് കൂടിയിട്ടുള്ള രീതിയിൽ എല്ലാവരും സർവീസ് ചതുരാശ്രമവർത്തിഭി, എല്ലാ ആശ്രമങ്ങളിലും വർത്തിക്കുന്നവരും എല്ലാ വർണ്ണങ്ങളിലും വർത്തിക്കുന്നവരും ആരായാലും എല്ലാവരും അനുഷ്ഠേയോ മഹാധർമ്മ വൈശാഖേ മാധവാഗമേ, ഈ വിഷ്ണു പ്രിയമായിട്ടുള്ള മാധവ മാസത്തില് ഈ ഒരു ധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലമാണ് ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവിടെ പൂർത്തീകരിച്ചത്. ഇതി സ്കാന്ധപുരാണേ ശ്രീമത്സ്കാന്ധേ മഹാപുരാണ ഏകാശീതി സാഹസ്ര്യാം സംഹിതായാം ദ്വിതീയേ വൈഷ്ണവഖണ്ഡേ വൈശാഖമാസമാഹാത്മ്യേ നാരദ അംബരീഷ സംവാദേ ഗൃഹഗോദ്ധികാഖ്യാനം നാമ ഷഷ്ഠോധ്യായ. ഇങ്ങനെ ആ 6-ാമത്തെ അധ്യായം ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ ഗുരുനാഥന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ ഇതിലുണ്ടാവും. സജ്ജനങ്ങളായിട്ടുള്ള എല്ലാവരെയും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈശ്വര സൃഷ്ടികളായിട്ടുള്ള അവതാര പുരുഷന്മാരായിട്ടുള്ളവരാണ് നമ്മളുടെ ഈ ജീവജാലങ്ങൾ എല്ലാവരിലുമുള്ള ആ ബോധം എന്നുള്ളത് ഭഗവാന്റെ സൃഷ്ടിയാണ് എങ്കിൽ അങ്ങനെയുള്ള ആ ഈശ്വര തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പാഠം എന്താണ്? ഒന്ന്, ജലദാനത്തിന്റെ മാഹാത്മ്യം വളരെയധികം പുണ്യമാണ് എന്ന് കാണിച്ചു തരുന്നു അല്ലേ. നമുക്കൊക്കെ ബ്രാഹ്മണരായിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇല്ലേ, മാമ്പഴക്കാലമാണ്, പഴങ്ങളുടെ കാലമാണ് ഈ വൈശാഖത്തില്. അപ്പം ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പഴങ്ങൾ ധാരാളം, അതിന് കൂടുതൽ മാമ്പഴത്തിനാണ് പ്രാധാന്യം പറയുക അല്ലേ. ഈ ഉപനിച്ചുണ്ണികൾക്കൊക്കെ മാമ്പഴവും ദക്ഷിണയും കൂടി ചെയ്യുന്ന വലിയ വിശേഷമാണെന്ന് പറയും. വേറെ ഒന്നുകൊണ്ടുമല്ല, എന്താണ്, അവർക്ക് ഈ ചൂടിന് ഒരു ശമനമാണ്. ഏറ്റവും ജലാംശം തിങ്ങി നിറഞ്ഞതായിട്ടുള്ളതാണ് പഴങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ. ഏറ്റവും ജലാംശം തിങ്ങി നിറഞ്ഞതാണ്. അപ്പം ആ ജലാംശം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ ചൂടിന് ഒരു എന്താണ് ശമനം ഉണ്ടാകുമ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു സന്തോഷമായിരിക്കും കുട്ടികൾക്ക് അല്ലേ. ധാരാളം പഴങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോഴേ അവരത് കഴിച്ച് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ആണ് നമുക്കത് വലിയൊരു അനുഗ്രഹമാകും. അവിടെ ഗോഭൂ തില ഹിരണ്യ എന്ത് കൊടുത്താലും ആ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല. അപ്പം ധാരാളം വെള്ളം കൊടുക്കുക. എനിക്ക് അറിയാവുന്ന ഒരാള് സദ്യക്കൊക്കെ പോകുമ്പോൾ വിളമ്പുമ്പം അദ്ദേഹം എന്തോ ബുദ്ധിപരമായിട്ടാണെന്ന് തോന്നും, ഈ വെള്ളം മാത്രമേ അദ്ദേഹം എടുക്കുകയുള്ളൂ. എപ്പോഴും ധാരാളം വെള്ളം കൊടുക്കുക, അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രിയമാണ് എന്നൊക്കെ കാണാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇടോ ഈ വെള്ളം കൊടുക്കുന്ന ഒരു പുണ്യം വേറെ ഒന്നിനും കിട്ടില്ലടോ എന്ന് തമാശ രൂപേണയാണെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞപ്പം അന്ന് ഇത്ര കണ്ട് പ്രാധാന്യം അതുണ്ടെന്നുള്ളത് ഇന്ന് സ്കന്ദപുരാണം എന്നെ കൊണ്ട് തന്ത്രി സമാജം പറയിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് അറിഞ്ഞത്. അത് വലിയൊരു എന്താണ്, അവർ വലിയൊരു ദാനമായിട്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയാണ്. ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു അല്ലെ പുണ്യം ഈ ഒരു വൈശാഖ മാസത്തില് ഇത്രയും ദാനങ്ങളെക്കുറിച്ചും വൈശാഖ മാസത്തിനെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള ഈ തന്ത്രി സമാജത്തിന്റെ സംഘാടകരായിട്ടുള്ള ശ്രീരാമൻ, അതുപോലെ തന്നെ ധാരാളം ആൾക്കാരെ എനിക്ക് പത്മനാഭേട്ടനൊക്കെ അറിയാവുന്നവരുണ്ട്. അത് കൂടാതെ ധാരാളം സജ്ജനങ്ങൾ അറിയാവുന്നവരൊക്കെ ഉള്ളവര്, അവരുടെയൊക്കെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം ഇതില്, ഒന്നും കൂടി ഉണ്ട്. പൂജാ വ്യതിക്രമം എന്നുള്ളൊരു ദോഷം നമുക്കൊക്കെ അനുഭവിക്കേണ്ട വരുന്ന ഒരു കാര്യമാണത്. നമുക്കൊക്കെ അതായത് പൂജിക്കേണ്ടവരെ പൂജിക്കാത്തതിലുള്ള ഒരു ദോഷം, അത് നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. ഇവിടെ എന്താണ്, ബ്രാഹ്മണനാണ്, എന്താണ് ജ്ഞാനിയാണ്, അവരെയൊക്കെ ഓരോരുത്തരും ഒരു നോക്കും എന്നുള്ളത് തന്നെ അതല്ല നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. അത് ശരിക്കും നമ്മളുടെ ഒരു അഹങ്കാരമാണ് ശരിക്കും യഥാർത്ഥത്തിൽ. ആ ഒരു രീതിയിൽ ഒരിക്കലും ചിന്തിക്കാതെ പൂജിക്കേണ്ടവരെ എത്രയായാലും, പൂജിക്കേണ്ടവരാണ് എല്ലാവരും അല്ലെ, ഈശ്വരന്റെ സൃഷ്ടികളാണ് എല്ലാവരും എങ്കിൽ തീർച്ചയായിട്ടും സമദൃക് പണ്ഡിതോമത, പണ്ഡിതന്മാര് എല്ലാവരെയും ഒരുപോലെ കാണുള്ളൂ എന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഒരു കാരണവശാലും ആരെയും നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് അധികാരമില്ല എന്ന് പറയാണ്. ആ ഈശ്വര സൃഷ്ടികളാണെങ്കിൽ അവരെയൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ, അത് അന്ധന്മാരായിക്കോട്ടെ, ബധിരന്മാരായിക്കോട്ടെ, ജ്ഞാനികളായിക്കോട്ടെ, ബ്രാഹ്മണരൊക്കെ ആയിക്കോട്ടെ, നമുക്കറിയോ അവരുടെ അത്യാവശ്യ കാര്യം നമുക്കറിയില്ല അല്ലേ. എന്നിട്ട് നമ്മൾ സ്വയം നമ്മൾ നിരീക്കുക, അവരൊക്കെ വലിയ കേമന്മാരാണ്, അവർക്കൊക്കെ കിട്ടാൻ ചിലപ്പം ഈ ഒരിറ്റ് വെള്ളം ചിലപ്പം അവരാഗ്രഹിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊക്കെ അനുഭവിച്ചാണ് ഈ ഒരു സമയത്ത്, ഏത്
ഈ കൊറോണ എന്നുള്ളൊരു വ്യാധി വന്നപ്പോഴത്തേക്കും ഒരു സാധനം മേടിക്കാൻ പോലും അവസ്ഥയില്ല. അല്ല, പ്രളയം വന്ന സമയത്ത് ഒരു കോടി ബിസ്ക്കറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും ആർത്തിയോടെ ചെന്ന്, കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാർ ആർത്തിയോടെ ചെന്ന് ഒരു ബിസ്ക്കറ്റ് മേടിക്കുന്ന ഒരു രംഗം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും ഇതൊന്നും ഒരു അളവ് പോലെ ആവരുത് എന്ന് കാണിച്ചു തരുന്ന നല്ലൊരു അധ്യായം ഇവിടെ പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാവരുടെയും പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാഗരിക ലിപിയിൽ അത്രയും പരിചയമില്ലാത്തതുകൊണ്ട് വായിച്ചതിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ പൂജ വ്യതിക്രമം എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം അത് ക്ഷമിക്കണേന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം. വളരെ നല്ല പ്രഭാഷണം. വൈശാഖം വായിച്ചിട്ടും കഥ ഒക്കെ വ്യത്യാസമില്ല. കിളിപ്പാട്ടിലും സംസ്കൃതത്തിലും കഥയൊക്കെ ഒരുപോലെയാ. ധാരാളം വായിച്ചുകൊണ്ട് വീണ്ടും അർത്ഥം കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷ. ഞാൻ വേണ്ട പോലെ ഇതേവരെ ആചരിക്കാറുണ്ട്. ഇപ്പൊ പെറ്റുബലി ചെയ്ത് കാരണം വായിക്കാറില്ല. നാളെ തൊട്ട് വായിക്കാച്ചിട്ടാണ്. നന്നായി, വളരെ നന്നായി. വളരെ നന്ദി ശങ്കരേട്ട. വളരെ ഭംഗിയായിട്ട് ശങ്കരേട്ടന്റെ ആ പ്രഭാഷണം ഞങ്ങളെല്ലാവരും കേട്ടു. സാധാരണയായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറെ ഉണ്ടെങ്കിൽ, എന്നാൽ അതൊരു വൈശാഖ മാസമല്ലേ, നമുക്കത് കൊണ്ടുപോയി ആർക്കെങ്കിലൊക്കെ കൊടുക്കാം, ഒരു ദാനം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നവരാണ് പല ആൾക്കാരും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കിട്ടുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ആവശ്യമുള്ളവർക്കും ഒക്കെ ദാനം കൊടുക്കണമെന്ന് ശങ്കരേട്ടൻ ഒരു വളരെ കഥകളിലൂടെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതൊരു ജലമാണെങ്കിൽ തന്നെ അതിന് വലിയൊരു പുണ്യം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പൊ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് സമയം അധികമില്ല, ഒരു 2 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ വേഗം ചോദിക്കുകയാണെങ്കിൽ ആ സംശയം നമുക്കത് തീർക്കാം. സംശയം ചോദിക്കാനൊന്നുമില്ല. എല്ലാം വിസ്തരിച്ച് വേണ്ട പോലെ പറഞ്ഞു തന്നു. വളരെ നന്ദി. എത്ര കണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിലുള്ള എന്തെങ്കിലുമുള്ള സംശയം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ സ്കാന്ദപുരാണത്തിന്റെ 5 മുതൽ 1 അങ്ങോട്ട് പുറകിലോട്ട് മുമ്പോട്ട് ഒന്നും നോക്കിയിട്ടില്ല. ഈയൊരു അധ്യായം മാത്രമേ അത് PDF കിട്ടിയത്, അതിൽ നിന്നുള്ള ഇതേ ഉള്ളൂ എന്ന് പറയാ. സംശയം തീർക്കാനുള്ളൊരു അറിവൊന്നുമില്ല കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. തിരുമേനിക്ക് വളരെ നമസ്കാരമുണ്ട്. തിരുമേനിയുടെ ഒരു ഇതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് കേൾക്കാൻ പറ്റി. ഞാൻ ദേവി ബാലകൃഷ്ണനാണ്, ഇപ്പൊ ബോംബെയിലാണ്. അപ്പൊ എന്തായാലും തിരുമേനി ആ ലിങ്ക് അയച്ചു തന്നതുകൊണ്ട് വളരെ 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 സമാധാനവും. തിരുമേനിക്ക് നമസ്കാരം പറയുന്നു. വളരെ വളരെ നമസ്കാരം. അപ്പൊ ഇനി നന്ദി പ്രകാശനത്തിനായിട്ട് ശ്രീ സന്തോഷ് വേടശ്ശേരി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നന്ദി പ്രകാശനമാണ്. ആദ്യമായിട്ട് വൈശാഖ മാസത്തിലെ 6ാം ദിവസമായ ഇന്ന് ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം ചേർന്ന് വൈശാഖ മഹാത്മ്യം പാരായണം ചെയ്യുകയും അതിന്റെ മഹത്വവും അർത്ഥവും വളരെ വിശദമായി തന്നെ പറഞ്ഞു തരികയും ചെയ്ത ബ്രഹ്മശ്രീ ഇളയിടം ശങ്കരനാരായണൻ നമ്പൂതിരി അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ആ ആചാര്യപാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു. അതോടൊപ്പം ആശംസ അർപ്പിച്ച ബ്രഹ്മശ്രീ കാക്കാട് ദയാനന്ദ നമ്പൂതിരിക്കും അവർക്കും, കൂടാതെ ഈ സദസ്സിനെ പ്രാർത്ഥനയോടെ ധന്യമാക്കിയ ശ്രീമതി സ്മൃതി വിപിൻ, സ്വാഗതമരുളിയ തിരുത്തിമന ശ്രീമതി ആതിര, സർവോപരി ഈ യജ്ഞത്തിൽ സന്നിഹിതരായി പാരായണവും മഹത്വവും ശ്രവിച്ച് പുണ്യം നുകർന്ന എല്ലാവർക്കും അഖില കേരള തന്ത്രി സമാജം ഉത്തര മേഖലയുടെ പേരിലും എന്റെയും എൻ്റെ കുടുംബത്തിന്റെ പേരിലും ഒപ്പം പൂജാപഠനം 6ാം ബാച്ചിലെ സഹപഠിതാക്കളുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
അതോടൊപ്പം തന്നെ ഇതിൽ ഞങ്ങളുടെ പൂജാ പഠന ക്ലാസ്സിലെ ആചാര്യനായ ഹരിയേട്ടനും ഒപ്പം ഈ വൈശാഖ മാസ ആചരണത്തിന്റെ കോർഡിനേറ്ററായ ശ്രീരാമനും പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നന്ദി സന്തോഷേട്ടാ. 7ാം ദിവസമായ നാളെ പ്രഭാഷണം നടത്തുന്നത് ശ്രീ മുരളീകൃഷ്ണൻ മരങ്ങാട്ട് അദ്ദേഹമാണ്. അപ്പോൾ എല്ലാവരും നാളെ ഉണ്ടാവണം. എല്ലാവരും സാന്നിധ്യം ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം. എല്ലാവർക്കും നമസ്കാരം. 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 ശുഭരാത്രി. നമസ്കാരം. നമസ്കാരം. ഏ?